ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഫിഫ്ത്ത് സബ്ജക്റ്റ് ആയിട്ടുള്ള പെഡഗോഗി ഓഫ് ടീച്ചിങ് ദി സബ്ജക്ട്സ് എന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പെഡഗോഗി ഓഫ് ടീച്ചിങ് ദി സബ്ജക്ട്സിന്റെ ടോട്ടൽ സിലബസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്ത് വെച്ചതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിനെ രണ്ട് പർപ്പസിലായിരിക്കും ക്ലാസ്സുകൾ എടുക്കുക. അത് ഒന്ന്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും രണ്ട്, പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾക്കനുസരിച്ച് കുട്ടികളിൽ എന്ത് തരത്തിലുള്ള റിസൾട്ട് ഉണ്ടായി അല്ലെങ്കിൽ കുട്ടികളിൽ ഏതൊക്കെ തരത്തിലുള്ള ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടായി എന്ന് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ക്ലാസ് എടുക്കുക വഴി രണ്ട് ഉദ്ദേശങ്ങൾ വെക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രധാനമായിട്ടും നമ്മൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ രണ്ട് ഉദ്ദേശം വെച്ചിട്ടാണ്. ഒന്ന്, കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. രണ്ടാമത്, പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾക്കനുസരിച്ച് കുട്ടികളിൽ എന്ത് തരത്തിലുള്ള മാറ്റം ഉണ്ടായി എന്ന് നമ്മൾ നിരീക്ഷിച്ച് അത് കറക്റ്റ് ചെയ്ത് ജീവിതത്തിലേക്ക് പകർത്തക്കത്തക്ക രീതിയിലാക്കി മാറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഒബ്ജക്റ്റീവ്സിനെ, ടീച്ചിങ് ഒബ്ജക്റ്റീവ്സിനെ രണ്ട് ഒബ്ജക്റ്റീവുകളാക്കി തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്നും രണ്ട് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് എന്നുമാണ്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്. അത് നമുക്ക് വായിച്ചു നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നതാണ്. എങ്കിലും ഇത് ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സും ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളോട് എന്ത് പറയുന്നത്, ഈ ഡൊമൈൻസുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ബ്ലൂംസ് ടാക്സോണമി എന്നുള്ള ആ ഡൊമൈൻസുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന്റെയും ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സിന്റെയും ബേസിൽ തന്നെയാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അതുകൊണ്ട് ഇത് എന്താണെന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ കൊണ്ടുവരും. വളരെ സിമ്പിൾ ആയിട്ട് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സും ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും എന്താണ് ആ വേർഡിൽ തന്നെ ഉണ്ടത്. ഒന്ന്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതി അല്ലെങ്കിൽ ലെക്ചറിങ് മെത്തേഡ് അല്ലെങ്കിൽ ലെക്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നതാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെക്ചറിങ് നടത്തിയ കാര്യം വഴി ആ കുട്ടികളിൽ എന്ത് തരത്തിലുള്ള ബിഹേവിയറൽ ചേഞ്ചസുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള റിസൾട്ട് ആണ് അവരിൽ നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ കാര്യം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള അപ്ലിക്കേഷൻസ് ആണ് നടത്താൻ പറ്റിയിട്ടുള്ളത് എന്ന കാര്യമാണ് എന്ന് പറയുന്നത് ബിഹേവിയറൽ ഒബ്ജക്റ്റീവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് ഒരു വെർബിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും. ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൗൺ ബേസ്ഡ് ആയിട്ടുള്ള കാര്യവുമായിരിക്കും. സോ അതും കൂടി നിങ്ങൾ അവിടെ നോട്ട് ചെയ്യുക. സോ നമുക്ക് നോക്കാം എന്താണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ ബേസിക്കലി സ്റ്റേറ്റ്മെന്റ് which clearly describe and anticipated learning outcomes. എന്താണോ കുട്ടികളിൽ ഒരു പഠനത്തിന്റെ ഔട്ട്കം വരേണ്ടത് അത് ക്ലിയർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് എന്ത് എടുക്കണം, ഏത് ടോപ്പിക് ക്ലിയർ ചെയ്യണം, ആ ടോപ്പിക്കിന് എന്ത് എക്സാമ്പിൾസ് കോട്ട് ചെയ്യണം, പിന്നെ എന്ത് മെത്തേഡിൽ നമ്മൾ പഠിപ്പിക്കണം എന്നീ കാര്യങ്ങളെയാണെന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു ലേണിംഗ് ഔട്ട്കം, അതായത് കുട്ടികളിൽ എന്ത് തരത്തിലുള്ള പഠനം നടക്കണം, അതിനുവേണ്ടി നമ്മൾ എന്താണ് പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, ആ കാര്യം സ്റ്റേറ്റ്മെന്റ് ബേസിൽ പറയുന്നതിനെയാണെന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ BEd ഉപയോഗിക്കുന്ന റെക്കോർഡുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ലെസൺ പ്ലാൻ ഒക്കെ തയ്യാറാക്കുന്നുണ്ടാവും. തേർഡ് സെമിസ്റ്ററിൽ തയ്യാറാക്കുന്ന ലെസൺ പ്ലാനിൽ പറയുന്ന ഒബ്ജക്റ്റീവുകളെയാണ് അല്ലെങ്കിൽ ഒരു ലെസൺ എടുക്കുമ്പോൾ ഒരു 45 മിനിറ്റിന്റെ ഒരു ക്ലാസ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആ 45 മിനിറ്റിലെ ഫസ്റ്റിൽ തന്നെ ആ ഒരു ടോട്ടൽ ക്ലാസിന്റെ പിന്നെ കണ്ടന്റ് എന്താണെന്ന് ഫസ്റ്റിലെ നിങ്ങൾക്ക് ഒരു ലെസൺ പ്ലാനിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. അത് തന്നെയാണെന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. And instructional objectives are helpful to the teacher as well as the learner throughout the learning process and are invaluable in the evaluation process. അത് വിലമതിക്കാൻ ആവാത്ത തരത്തിലുള്ള ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു പിന്നെ എന്താ പറയാ, ടീച്ചർക്കും സ്റ്റുഡൻസിനും വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവം തന്നെയാണ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഈസ് ദ ഫോക്കൽ പോയിന്റ് ഓഫ് എ ലെസൺ പ്ലാൻ. ഫോക്കൽ പോയിന്റ് ഓഫ് എ ലെസൺ പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ലെസൺ പ്ലാനിൽ പിന്നെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് എന്ന് പറയുന്നത്, പ്രിസൈസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണെന്ന് പറയുന്നത് ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് പിന്നെ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ക്ലാസ് എടുക്കുക, ഒരു ഹിസ്റ്ററിയെ കുറിച്ച് അല്ലെങ്കിൽ വേൾഡ് ജോഗ്രഫിയെ കുറിച്ച് നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റിലെ നിങ്ങൾ ഒരു ഒബ്ജക്റ്റീവ് കൊടുക്കുന്നു, ഇന്ത്യൻ ജോഗ്രഫി
സ്റ്റേറ്റ് വൈസിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് നിങ്ങൾ ഉദാഹരണത്തിന് ഒരു ഫോക്കൽ പോയിന്റ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അത് തന്നെ ഒരു പക്ഷെ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു 45 അല്ലെങ്കിൽ 2-3 മണിക്കൂറുകൾ ക്ലാസ്സുകൾ അതിനു വേണ്ടി തന്നെ കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്തുകൊണ്ട് കേരളത്തിന്റെ ജോഗ്രഫി മാത്രം എടുത്തുകൊണ്ട് പറയാം. ഓക്കെ, ആ ലെസൺ പ്ലാനിൽ വേൾഡ് ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫീന്റെ മെൻഷൻ ചെയ്ത് പിന്നെ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് കേരള ജോഗ്രഫി ആണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. അത് അത്തരത്തിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫോക്കൽ പോയിന്റിനെയാണെന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ലെസൺ പ്ലാനിൽ ഒരു ഫോക്കൽ പോയിന്റിനെയാണെന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ബിഫോർ സ്റ്റാർട്ടിംഗ് ടീച്ചിങ് ടീച്ചർ മസ്റ്റ് ബി ഗൈഡഡ് ബൈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. അതായത് ഈ തയ്യാറാക്കിയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന് അനുസരിച്ച് തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് വിട്ടു പോകാത്ത രീതിയിൽ, അതേപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത രീതിയിൽ എന്താണോ നമ്മൾ ഒബ്ജക്റ്റീവ് വെച്ചിട്ടുള്ളത്, എന്ത് ഉദ്ദേശത്തിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്, എന്ത് കാര്യമാണ് കുട്ടികളിൽ പഠനം നടക്കേണ്ടതെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവും. അത് തന്നെയാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. കുട്ടികളിൽ എന്ത് തരത്തിലുള്ള പഠനം നടക്കണമെന്ന് നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവും. ആ ഉദ്ദേശം തന്നെയാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ നോട്ട് ചെയ്ത ഉദ്ദേശം ബേസിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ ക്ലാസ്സിലും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ടീച്ചർ മസ്റ്റ് ബി ഗൈഡഡ് ബൈ ദി ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തൊരു പോയിന്റ് വരുന്നത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ഡൊമൈൻസ് ഓഫ് ലേണിംഗ്. 3 ഡൊമൈനുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഫോളോ ചെയ്യുക. ഓക്കെ, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ ലെക്ചറിങ് മെത്തേഡ് തന്നെയാണ്. ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രവൃത്തി അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വർക്കുകളെയാണ് എന്ന് പറയുന്നത് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അത് കോഗ്നിറ്റീവ് ലെവലിലും ഉണ്ടാവും, ബുദ്ധി തരത്തിലുള്ള വളർച്ചയും ഉണ്ടാവും, അഫക്റ്റീവ് ഉണ്ടാവും, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടാവും, സൈക്കോ മോട്ടോർ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, പിന്നെ കൈകാലുകൾ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ശരീര അവയവങ്ങളെ പ്രയോഗിക്കുന്ന കാര്യങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്നുണ്ടാവും. അങ്ങനെ 3 തരത്തിലുള്ള ഡൊമൈനുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യുക, കോട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുക. ആ തയ്യാറാക്കിയ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് പ്രകാരമായിരിക്കും നമ്മൾ ക്ലാസ് റൂമിൽ പോയിട്ട് ക്ലാസ് എടുക്കുക. ഷുഡ് സ്റ്റേറ്റ് വാട്ട് ദ ലേണേഴ്സ് ഷുഡ് ബി ഏബിൾ ടു ഡു ആഫ്റ്റർ ദി ഇൻസ്ട്രക്ഷൻ ഈസ് കംപ്ലീറ്റ്. അത് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം, അത് നിർബന്ധമായിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കണം. എന്ത് സ്റ്റേറ്റ് ചെയ്യണം? ഈ ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികളിൽ ഇന്ന തരത്തിലുള്ള മാറ്റങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. ഷുഡ് സ്റ്റേറ്റ് വാട്ട് ദ ലേണേഴ്സ് ഷുഡ് ബി ഏബിൾ ടു ഡു ആഫ്റ്റർ ദി ഇൻസ്ട്രക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. ആഫ്റ്റർ ദി ഇൻസ്ട്രക്ഷൻ ഈസ് കംപ്ലീറ്റഡ് എന്ത് കുട്ടികൾക്ക് ചെയ്യാൻ കഴിയും, അവിടെയാണ് എന്ത് വരുന്നത്, ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് എന്ന് കൂടി വരുന്നത്. അപ്പോൾ ആ പിന്നെ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളെ പ്രവർത്തനപരമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ബിഹേവിയറൽ ഒബ്ജക്റ്റീവിലേക്കും അതിന് മുൻപുള്ള കാര്യങ്ങളെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവിലേക്കും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. സോ ഷുഡ് സ്റ്റേറ്റ് വാട്ട് ദ ലേണേഴ്സ് ഷുഡ് ബി ഏബിൾ ടു ഡു ആഫ്റ്റർ ദി ഇൻസ്ട്രക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. The process of how the instruction happens is not considered as an objective. നിങ്ങൾ പിന്നെ എങ്ങനെ അത് പ്രോസസ് ചെയ്യുന്നു എന്നുള്ളത് വല്ലാതെ അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ചിലപ്പം 40 കുട്ടികളുണ്ടെങ്കിൽ ആ 40 കുട്ടികൾക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും നിങ്ങൾ ആ ഒരു കാര്യത്തെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന പ്രോസസ്സേ നമുക്ക് അവിടെ മാനേജ് ചെയ്യാൻ പറ്റൂ. അതായത് ഉദാഹരണത്തിന് ആദ്യം നമ്മൾ സിംപ്ലിഫൈഡ് മാനറിൽ നിന്നും ടഫ് മാനറിലേക്ക് പോവുക, പിന്നെ അതല്ലെങ്കിൽ ആദ്യം ആക്ടിവിറ്റി കൊടുത്തിട്ട് പിന്നെ ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ആദ്യം മോട്ടിവേഷൻ കൊടുത്തിട്ട് പിന്നെ ക്ലാസ് എടുക്കുക. ഇങ്ങനത്തെ പലതരത്തിലുള്ള പ്രോസസ്സുകളും, അതായത് നിങ്ങൾക്ക് ഈ കാര്യം കുട്ടികളിലേക്ക് എത്തിക്കാൻ ഏത് തരത്തിലുള്ള പ്രോസസ്സ് ഉപയോഗിക്കുന്നു എന്നത് ഒരു കൺസിഡേർഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഫാക്ടർ അല്ല എന്നുള്ളത് അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇത്രയുമാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പിന്നെ സമ്മറൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എക്സ്പ്ലനേഷനിൽ പറയാനുള്ളത്. ഈ പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വെക്കുക. മെയിൻലി ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് 3 ഡൊമൈനുകൾ എടുത്ത് പറയുന്നത് നോട്ട് ചെയ്യുക. കൊഗ്നിറ്റീവ് ഉണ്ട്, അഫക്റ്റീവ് ഉണ്ട്, ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻ ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ പർപ്പസ് ഓഫ് റൈറ്റിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. ഈ ഒരു എക്സ്പ്ലനേഷനും ഇൻട്രൊഡക്ഷനും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പർപ്പസും അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എങ്കിലും ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഡിഫൈൻ ദ ഡിസൈർഡ് ഔട്ട്കം.
എന്താണോ ഉദ്ദേശിക്കുന്ന ഔട്ട്കം അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നു എന്തില് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ടേംസ് ഓഫ് ടാസ്ക്സ് ദാറ്റ് സ്റ്റുഡന്റ് വിൽ ബി ഏബിൾ ടു പെർഫോം. എസ്റ്റാബ്ലിഷ് എക്സ്പെക്ടേഷൻസ് ഫോർ ദി സ്റ്റുഡൻസ്. നമുക്ക് കുട്ടികളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയായിരിക്കും നമുക്ക് ഉൾക്കാഴ്ചയോടുകൂടി അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ കഴിയും ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ഈ ഇന്ന കുട്ടികൾക്ക് ഇന്ന എക്സ്പെക്ടേഷൻസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് ടീച്ചേഴ്സിന് അറിയാം. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു കുട്ടികളുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ചും കൂടി നമുക്ക് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിനെ മോൾഡ് ചെയ്യാൻ പറ്റും. ഫോക്കസ് relevant information and skills. Focus course development and teaching activities. എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? കോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് ടീച്ചിങ് ആക്ടിവിറ്റീസ്. ഇത് രണ്ടിലുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓൺ റെലവന്റ് ഇൻഫർമേഷൻ ആൻഡ് സ്കിൽസ്, അതുമായി ബന്ധപ്പെട്ടുള്ള റെലവന്റ് ഇൻഫർമേഷൻ ആൻഡ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനുള്ള ആവശ്യമായ ടീച്ചിങ് ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും എന്തുണ്ടാവുക ഈ ഒരു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ പർപ്പസ് ആയിട്ട് എടുത്ത് പറയുന്നത്. പ്രൊവൈഡ് എ ക്ലിയർ റീസൺ ഫോർ ടീച്ചിങ്. ക്ലിയർ റീസൺ, അതൊന്നും പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പ്രൊവൈഡ് ക്രൈറ്റീരിയ ഫോർ എലിമിനേറ്റിംഗ് അൺനെസസറി ഇൻഫർമേഷൻ. എലിമിനേറ്റിംഗ് അൺനെസസറി ഇൻഫർമേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ഇൻഡിക്കേറ്റ് ഹൗ സക്സസ് ക്യാൻ ബി മെഷേർഡ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഇമ്പോർട്ടൻസ് എന്തിന്റെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. ഒരു 10 ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടൻസും നിങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് ഡയറക്ഷൻ ഫോർ ദി ഇൻസ്ട്രക്ഷണൽ പ്രോസസ്. 2 കൺവേ ഇൻസ്ട്രക്ഷണൽ ഇന്റന്റ്. ഇന്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശം. ബേസിസ് ഫോർ ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് ലേണിംഗ്. ദെൻ സ്റ്റേറ്റ് ഇൻ ക്ലിയർ ടേംസ് ബിഹേവിയറൽ ചേഞ്ചസ് എക്സ്പെക്ടഡ്. ദെൻ റിഫ്ലക്ഷൻ ആൻഡ് ഗുഡ് കോഴ്സ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്. To define reinforcement situations of the learner. Then the teacher to modify methods. The teacher to know how well the students have covered the content. Give direction to both the teacher and students. ഈ ഒരു 10 പോയിന്റ്സ് ആ സെന്റൻസ് ബേസിൽ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ചോദ്യം വരിക, ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചോദ്യം വരിക ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സും പിന്നെ ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സും തമ്മിലുള്ള വേരിയൻസോ അതല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻസോ ആയിരിക്കും വരിക. അപ്പൊ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിലായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്താണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക, അതേപോലെ തന്നെ എന്താണ് പർപ്പസ് എന്നുള്ളത് പറയുക, അതിനുശേഷം ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഇമ്പോർട്ടൻസ് എന്താണെന്നും പറയുക. രണ്ടാമത് വരുന്നതാണ് എന്ത്? ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ നേരത്തെ പലപ്പോഴായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളതാണ്. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിനോട് ചേർന്ന് തന്നെ വരുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന് ശേഷം കുട്ടികൾ ഉണ്ടാവുന്ന പ്രവർത്തനത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെർബിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, പ്രവൃത്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വരിക എന്നുള്ളതും കൂടി നോട്ട് ചെയ്യുക. എ ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ് ഈസ് എ ലേണിംഗ് ഔട്ട്കം സ്റ്റേറ്റഡ് ഇൻ മെഷറബിൾ ടേംസ്. കുട്ടികൾ പഠിച്ച കാര്യം അത് മെഷറബിൾ ടേംസിലേക്ക് കൊണ്ടുവരുന്നതിന്, അളന്ന് തിട്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണെന്ന് പറയുന്നത് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് എന്നാണ്. വിച്ച് ഗീവ്സ്, അതായത് പഠിപ്പിച്ച കാര്യത്തിൽ നിന്നും കുട്ടികളിൽ ഉണ്ടാവുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ കുട്ടികളുടെ വാക്കുകൾ, പിന്നെ ആൻസറിങ്, പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം ഉണ്ടാക്കുക, പ്രൊജക്ടുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ ഒരു തിയറി ഉപയോഗിച്ചിട്ട് പിന്നെ ഈ തിയറി ഉപയോഗിച്ചിട്ട് ആ പ്രാക്ടിക്കൽ സെൻസിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെയാണെന്ന് പറയുന്നത് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. വിച്ച് ഗീവ്സ് ഡയറക്ഷൻ ടു ദി ലേണേഴ്സ് എക്സ്പീരിയൻസ് ആൻഡ് ബിക്കംസ് ദ ബേസിസ് ഫോർ സ്റ്റുഡൻസ് ഇവാലുവേഷൻ. ഇതിൽ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട്. ബിഗിൻ ഈച്ച് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ് വിത്ത് എ വെർബ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ബിഹേവിയറൽ ഒബ്ജക്റ്റീവും വെർബിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പോയിന്റ് പറയാണ്, ബിഹേവിയർ ഈസ് ജനറലി കൺസ്ട്രക്റ്റഡ് ടു ബി ആൻ ആക്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ദാറ്റ് ക്യാൻ ബി സീൻ, ഫെൽറ്റ് ഓർ ഹേർഡ് ബൈ അനദർ പേഴ്സൺ. അതായത് മറ്റൊരു വ്യക്തിക്ക് കേൾക്കാനും പിന്നെ ഫീൽ ചെയ്യാനും അതേപോലെ തന്നെ കാണാനും പറ്റുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ ആണെന്ന് പറയുന്നത് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ ഉണ്ടാവണം എങ്കിലാണ് അത്തരത്തിലുള്ള പ്രവൃത്തി അവിടെ ഉണ്ടെന്ന് പറയാം. അതിനെയാണ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് കൊടുത്താൽ മാത്രം പോരാ, അത് ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു തിയറിറ്റിക്കൽ കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പോലുള്ളതൊക്കെ ആണെങ്കിൽ ഒരു അവരുടെ കരിയറിലേക്കും കൂടി യൂസ് ആവും. അല്ലെങ്കിൽ ചില എത്തിക്കലി മോറലി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അത് അവിടെ കിട്ടുന്നുണ്ട്, അത് അവിടെ വരുന്നുണ്ടെന്നൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ ആ പഠിപ്പിച്ച കാര്യങ്ങളിലൂടെ ആ കുട്ടികളിൽ അതിൻ്റെതായിട്ടുള്ള പ്രവൃത്തി മാറ്റങ്ങൾ ഉണ്ടെന്നുള്ളതും കൂടി നമ്മൾ ഉറപ്പുവരുത്തണം. അതും കൂടി കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അത് മെഷറബിൾ ആയിരിക്കണം ചെയ്യണം, അത് കണ്ടും കേട്ടും പിന്നെ അതേപോലെ തന്നെ ഫീൽ ചെയ്യുകയും ചെയ്യണം നമുക്ക് എന്നുള്ളതാണ്.
മറ്റൊരാൾക്ക് ഫീൽ ചെയ്യണം. അപ്പോഴാണ് ഉദാഹരണത്തിന് നിങ്ങളെടുത്തൊരു കുട്ടീനെ പഠിപ്പിക്കാൻ തന്നു, പഠിപ്പിച്ചു കഴിഞ്ഞു, ആ കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള മാനസികപരമായിട്ടുള്ള വളർച്ചയുണ്ട്, പ്രവർത്തനപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, ചിന്താതരത്തിലുള്ള മാറ്റങ്ങളുണ്ട്, പിന്നെ ആ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഡിസിപ്ലിനും ഓർഡറും ഉണ്ട്, കൃത്യത ഉണ്ട്, വ്യക്തതയുണ്ട്, പിന്നെ സംസാരങ്ങൾ ക്ലിയർ ആണ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അതെല്ലാമാണ് എന്തെന്ന് പറയുന്നത് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആ കാര്യങ്ങളാണ് എന്തിലൂടെ കിട്ടിയിട്ടുള്ളത്, നിങ്ങൾ ആ സ്കൂളിലേക്ക് കുട്ടീനെ തന്നത് പ്രകാരം ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള കാര്യം. അത് നമുക്ക് എന്താണ് മെഷറബിൾ ആണ്, ആ കുട്ടികൾ കാണാൻ പറ്റുന്നതാണ്, കേൾക്കാൻ പറ്റുന്നതാണ്, പിന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റേറ്റ് ഈച്ച് ഒബ്ജക്റ്റീവ്സ് so that it includes only one general learning outcomes. ഓരോ ഒബ്ജക്റ്റീവിലും വൺ ജനറൽ ലേണിംഗ് ഔട്ട്കംസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പർപ്പസ് ഓഫ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് എന്നും കൂടി പറയുന്നത്. ഡിസൈൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്നു. ദ ലേണർ റിലേറ്റഡ് ടു ലേൺ ഫോക്കസ് മോർ ഡയറക്റ്റഡ് ആൻഡ് ഓർഗനൈസ്ഡ്. വാട്ട് ഈസ് ഇമ്പോർട്ടന്റ്, എന്താണ് ഇമ്പോർട്ടന്റ് എന്നുള്ളതനുസരിച്ച് കെയർഫുള്ളി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. അവോയ്ഡ് അൺനെസസറി റെപ്പിറ്റേഷൻസ്. സ്റ്റുഡൻസ് മേക്ക് ഡിസിഷൻ റിഗാർഡിംഗ് പ്രിയോറിറ്റൈസേഷൻ. ദെൻ ഹെൽപ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് ലേണർ. ഇത്രയും പർപ്പസുകൾ കൂടി ബിഹേവിയറൽ ഒബ്ജക്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. Okay, then writing instructional objectives in terms of behavioral objectives. Writing instructional objectives in terms of behavioral objectives. അതായത് ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എഴുതുമ്പോൾ അത് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സിനെ കൂടി ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് തയ്യാറാക്കുക. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ പഠിപ്പിക്കുക വഴി ആ കുട്ടികൾ ഇന്ന തരത്തിലുള്ള മാറ്റങ്ങൾ, പിന്നെ പ്രവൃത്തി തലത്തിലുള്ള മാറ്റങ്ങൾ കൂടി ഉണ്ടാവണമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുമായിരിക്കും എന്ത് ചെയ്യുക, ഒരു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് നമ്മൾ തയ്യാറാക്കുക. അതാണ് നമ്മളിവിടെ പറയുന്നത് റൈറ്റിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഇൻ ടേംസ് ഓഫ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ്. ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ് ഈസ് എ വേ ബൈ ഡിസ്ക്രൈബിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ കണ്ടന്റ് ഇൻ ടേംസ് ഓഫ് what the learner should be able to do at the end of the classroom അല്ലെങ്കിൽ at the end of the lesson. ആ ഒരു പാഠം പഠിപ്പിച്ചതിന്റെ അവസാനത്തിൽ കുട്ടികളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് എന്ത് ചെയ്യുന്നത് ഈ ബിഹേവിയറൽ ഒബ്ജക്റ്റീവിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് പിന്നെ നമ്മൾ കൊടുക്കുന്ന സമയത്തും കുട്ടികളിൽ ഉണ്ടാവുന്ന പ്രവൃത്തി മാറ്റങ്ങൾ കൂടി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ ആ ക്ലാസ്സുകൾ കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ലെക്ചറിങ് നടത്തുക അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് കൊടുക്കുക. ഇൻ റൈറ്റിംഗ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻക്ലൂഡ് ദ വെർബ് ദാറ്റ് ഡെപിക്ട്സ് വാട്ട് ദ ലേണർ ഈസ് എക്സ്പെക്റ്റഡ് ടു. ഇത് മെഷറബിൾ ആയിരിക്കണം. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സിനെയും കൂടി ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും തയ്യാറാക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അത് മാത്രം നോട്ട് ചെയ്യുക. അതായത് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതും കൂടിയാണ്, ഒരു നാണയത്തിന്റെ രണ്ട് സൈഡ് എന്ന രീതിയിൽ. അതായത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞാൽ അടുത്തത് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് തന്നെയാണ്. അതായത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എൻഡ് ചെയ്യുന്നിടത്ത് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അത് ഒരു വേർപെടുത്താൻ പറ്റുന്നതല്ല, പക്ഷെ കണ്ടിന്യൂഷൻ വരുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ബിഹേവിയറൽ ഒബ്ജക്റ്റീവിനെയും കൂടി ഫോക്കസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സും കൂടി തയ്യാറാക്കേണ്ടത്. ഇത് എന്തുകൊണ്ട് ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഥമ ദൃശ്യ നിങ്ങൾക്ക് അത് എന്തുണ്ടാവില്ല, പിന്നെ ഈ ഒരു എക്സാമിന് അത് യൂസ്ഫുൾ ആയിരിക്കില്ല. പക്ഷെ തേർഡ് സെമസ്റ്ററിൽ ഈ സാധനം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ ലെസൺ പ്ലാനും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കേണ്ടത് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഫ്യൂ എക്സാമ്പിൾസ് ഫോർ വെൽ സ്റ്റേറ്റഡ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും അവിടെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് വരിക. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ പിന്നെ ചില എക്സാമ്പിളുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് നോട്ട് ചെയ്യുക. സയൻസ് സബ്ജക്റ്റും അതേപോലെ തന്നെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റും ലാംഗ്വേജ് സബ്ജക്ട്സുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, മാത്സ് സബ്ജക്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 5 എക്സാമ്പിളുകളാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. അതൊന്ന് വായിച്ചു നോക്കുക. ദ നെക്സ്റ്റ് വൺ, ബ്ലൂംസ് ടാക്സോണമി ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്? അത് 3 ഡൊമൈനുകളിലുള്ള വളർച്ചയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അത് ഏതൊക്കെ ഡൊമൈനുകളാണ്? കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ. ഇത് 2 സമയങ്ങളിലായിട്ട് ഈ ടാക്സോണമി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഒന്ന് ബ്ലൂംസും ഉണ്ട്, പിന്നെ മറ്റൊന്ന് റിവൈസ്ഡും ഉണ്ട്. ഇവയെ കുറിച്ചാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ എടുത്തിട്ടുള്ള മുഴുവൻ ക്ലാസ്സുകളും മറ്റും നിങ്ങൾ നന്നായിട്ട് തന്നെ നോട്ട് ചെയ്തുണ്ടാക്കി പഠിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു പെഡഗോഗി സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ പെഡഗോഗി സബ്ജക്റ്റിലുള്ള സ്റ്റുഡൻസിനും ഉപയോഗപ്രദമാവുന്ന തരത്തിലുള്ള കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ആദ്യം ക്ലാസ്സിൽ
കംപ്ലീറ്റ് ചെയ്യുക. പിന്നീടായിരിക്കും സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്ട് ബേസിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തരിക. അതും എക്സാം ഓറിയന്റഡ് മാത്രമായിരിക്കും. പക്ഷെ കോമൺ ആയിട്ടുള്ള ഈ ടോപ്പിക്കുകൾ എല്ലാവർക്കും ഒരുപോലെ ആവശ്യമാണ്. അത് കേട്ടറ്റിനാണെങ്കിലും LPS, UPS, HS, HSST പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിന് പോലും ഇത് ആവശ്യമായത് കൊണ്ടും കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് അതിൻ്റെതായിട്ടുള്ള ഒരു സീരിയസ്നെസ്സിൽ പഠിച്ചു പോകാനും കൂടി വേണ്ടി ശ്രമിക്കുക. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.